എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അലോട്ട്മെൻറ്റ് നിരവധി വിദ്യാർത്ഥികൾ നല്ല പേടിയോടും സന്തോഷത്തോടും കൂടി കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് നാളെ എന്ത് ചെയ്യാൻ പോകുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന 3 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നുള്ളത്. ഇത് 3ഉം ഈ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ഉള്ളതെന്ന് പ്രിയ വിദ്യാർത്ഥിനികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി ഫീ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് നിങ്ങൾ സംതൃപ്തരാണെങ്കിലും സംതൃപ്തനല്ലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമില്ലാത്തതായിരിക്കാം, എന്താണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്നുള്ളത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ യു ഹാവ് നോ അലോട്ടഡ് എനി കോളേജസ്, നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പ്രധാനമായിട്ടും വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ 1000 to 1200 രൂപയ്ക്ക് അടുത്താണ് യൂണിവേഴ്സിറ്റി ഫീ ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടി വരിക. 1000 to 1200 രൂപ. SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ ചെറിയൊരു ഇളവ് ലഭിക്കും, ചെറിയൊരു കുറവ് ലഭിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. കോളേജ് ജോയിനിങ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിനിങ് നടക്കണമെന്നുള്ളത്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും ശേഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം, എന്താണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് കൺഫർമേഷൻ വരുത്തുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫർമേഷൻ വരുത്തിയ ശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയി പ്രവേശനത്തിന് ഹാജരാവേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകേണ്ടതുള്ളതെന്ന് ഓർത്തിരിക്കുക. രണ്ടാം അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കോളേജുകളിൽ പോയിട്ട് നിങ്ങൾ പ്രവേശനം നേടണം. അതും ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർ, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർ നിർബന്ധമായും സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. ഫീസ് അടച്ച് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഹയർ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണമെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഒക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻ വരെയാണ് പരമാവധി കൊടുക്കാൻ സാധിക്കുക. ആ 20 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു.
20 ഓപ്ഷൻ കൊടുത്തു. അതിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ, അടുത്ത പറയാനുള്ളത് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് ലഭിച്ച ഈ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകൾ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണമെന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റായി ലഭിച്ചു. നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തു, അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻ്റായി ലഭിച്ചു. ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ എന്ത് ചെയ്യും? അവിടെ നിലനിൽക്കും. അതായത് ഇപ്പം നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റായി ലഭിച്ചാൽ 6 മുതൽ 20 വരെയുള്ള 15 ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി തന്നെ ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് 20 ഓപ്ഷൻ വെച്ചു, നിങ്ങൾക്ക് അഞ്ചാമത്തെ കിട്ടിക്കുന്നതിൽ 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തന്നെ ക്യാൻസൽ ചെയ്യും. പിന്നെയുള്ളത് ബാക്കി 4, 3, 2, 1 ഓപ്ഷനുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ബാക്കിയുള്ള 4 ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം. കാരണം ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള 4 ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങളതിൽ തൃപ്തരാണ്, ബാക്കിയുള്ള 4 ഓപ്ഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ല, ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ 4ാമത്തെ ഓപ്ഷനോ 3ാമത്തെ ഓപ്ഷനോ 2ാമത്തെ ഓപ്ഷനോ 1ാമത്തെ ഓപ്ഷനോ ഒക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റായി ലഭിച്ചേക്കാം. ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെ പരിഗണിക്കപ്പെട്ട് നിങ്ങളിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ച് നിങ്ങളതിൽ തൃപ്തനായിരുന്നു, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും വേണ്ട എന്ന് വെച്ചു. പക്ഷേ ഹയർ ഓപ്ഷൻ ക്യാൻസലാക്കാൻ മറന്നുപോയി, 2ാം അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷൻ ലഭിച്ചു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേണ്ട 2ാമത്തെ ഓപ്ഷൻ ലഭിച്ചു എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് പിന്നെ 5ാമത് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. 2ാമത് കിട്ടിയ കോളേജാണ് നിങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത്. കാരണം ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ഓപ്ഷൻ മാറി. നിങ്ങൾക്ക് ഈ 2ാമത്തെ ഓപ്ഷൻ, അടുത്ത 4 ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ തന്നെ മതിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിടണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, ബാക്കിയുള്ള 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജാണ്, ഒട്ടും ഇഷ്ടമില്ലാത്ത കോഴ്സാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 4 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യരുത്, നിലനിർത്തണം. ബാക്കിയുള്ള 4 ഓപ്ഷൻസ് നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കുന്നതിന് വേണ്ടി. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.